അടിപൊളിയാണല്ലോ ഹണി. ശരിക്കും പ്രൊഫഷണൽ ബാൻഡുകാരെ പോലെയാണല്ലോ നീ വായിക്കുന്നത്. സംശയമുണ്ടോ? ടേപ്പ് റെക്കോർഡറോ? ഞാനും അത് ആലോചിച്ചത്. സംഗീതത്തിന്റെ ABCD പോലും അറിയാത്ത ഹണി എങ്ങനെയാണ് ഇത്ര ഭംഗിയായിട്ട് ബാൻഡ് വായിക്കുന്നതെന്ന്. കുട്ടികളെ, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് സുഖം തന്നെയാണ് മാഡം. നോക്കൂ കുട്ടികളെ, ഞാനിന്ന് ഓഫീസിൽ ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോവാണ്. മാത്രമല്ല, എന്തൊക്കെ സംഭവിച്ചാലും ദൈവത്തെ ഓർത്ത് എന്നെ ഡിസ്റ്റർബ് ചെയ്തേക്കല്ലേ. ഓക്കേ മാഡം, മാഡം പോയി വിശ്രമിച്ചോളൂ. ഇവിടെ ആരും ബഹളം ഉണ്ടാക്കില്ല. കുട്ടികളെ, ഒരു കാര്യം കൂടി, അഥവാ എന്തെങ്കിലും ബഹളം ഉണ്ടായിട്ട് എന്റെ ഉറക്കങ്ങാനും പോയാലേ പിന്നെ അങ്ങോട്ട് നിങ്ങൾക്ക് മേടിക്കുന്ന ചോക്ലേറ്റ് ഞാൻ അങ്ങ് ക്യാൻസൽ ചെയ്യും. എന്നെ നോക്കണ്ട, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒച്ചയൊന്നും ഉണ്ടാക്കാറില്ല. വേണമെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു സംഭവം പറയാം. ഞാൻ എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയായിരുന്നു. അന്ന് അവന്റെ വീട്ടിൽ വെച്ച് തീപിടുത്തം ഉണ്ടായി. അപ്പൊ പോലും ഞാൻ ഒച്ച വെച്ചില്ല, അറിയോ? വളരെ പതുക്കെ തന്നെ ഞാൻ പറഞ്ഞത്, രക്ഷിക്കണേ രക്ഷിക്കണേ രക്ഷിക്കണേ. മേഡനി എത്ര നേരം ഉറങ്ങുമെന്ന് അറിയില്ല. ഇപ്പൊ തന്നെ അതേ ക്ലോക്കിൽ സമയം 11:59 എടാ സോർദാറെ, അപ്പൊ ഇനി 12 മണിയാകാൻ 1 മിനിറ്റേ ബാക്കിയുള്ളൂ. മാത്രമല്ല, ആ ക്ലോക്കിൽ 12 മണിയുടെ അലാറം വെച്ചിരിക്കുന്നത്. രക്ഷപ്പെട്ടു. ഇനി നമ്മളേതായാലും ഒച്ച വെക്കില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ബണി, 3 ദിവസമായിട്ട് നിന്റെ ഐസ്ക്രീം കാണാതെ പോകുമായിരുന്നില്ലേ? അത് അലിഞ്ഞു പോയതായിരുന്നില്ല, ഞാൻ തന്നെ എടുത്ത് കഴിച്ചതാണ്. വെറുതെ ഒച്ച ഉണ്ടാക്കരുത്, മേഡം ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കും. പിന്നെ പോപ്പട്ടെ, നിന്റെ ഫ്രിഡ്ജിലിരുന്ന പലഹാരങ്ങളിൽ എരിവുണ്ടായിരുന്നില്ലേ? എന്നോട് നീ ക്ഷമിക്കണം. അതിലും മുളകൊടിയിട്ടത് ഞാനാ. വെറുതെ ഒച്ച ഉണ്ടാക്കരുത്, മേഡം ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കും. ഹണി അത്ര മോശക്കാരനൊന്നുമല്ല. അവൻ ഇന്നലെ എനിക്ക് ക്രീം കേക്കിന്റെ ഒരു കഷ്ണം തന്നു. അതെ, മാത്രല്ല അതിൽ ബാക്കി ഉണ്ടായിരുന്ന മുഴുവൻ കേക്ക് ഞാൻ തന്നെയായിരുന്നു കഴിച്ചത്. എന്ത്? വെറുതെ ഒച്ച ഉണ്ടാക്കരുത്, മേഡം ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കും. വെറുതെ ഒച്ച ഉണ്ടാക്കരുത്, മേഡം എണീക്കും. കൂട്ടുകാരെ, അത് താഴെ വീണ വലിയ ശബ്ദം ഉണ്ടാവും. വേഗം പിടിക്ക്.
ഭാഗ്യത്തിന് എല്ലാം നോർമലായി. മിക്കവാറും നമുക്ക് ഈ വീട് സൗണ്ട് പ്രൂഫ് ആക്കേണ്ടി വരും. സംശയമുണ്ടോ? പക്ഷെ അത് എങ്ങനെ? ആ. Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Powerful power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store. നിങ്ങൾ കണ്ടില്ലേ ഈ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്? അത് ഞങ്ങൾക്കറിയോ. വീട് കാലിയായതുകൊണ്ട് ഞങ്ങൾ വാതിൽ സ്റ്റമ്പാക്കി മാറ്റിയതാ. അയ്യോ, വീട് കാലിയല്ല, ഇന്ന് കുറച്ച് സൈലന്റ് ആണ്. നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി കളിച്ചോ. അയ്യോ എന്റെ അമ്മോ, ദേ വീടിന് തീ പിടിച്ചു. വേഗം ഫയർഫോഴ്സിനെ വിളിക്കാം. പോപ്പട്ടെ, നീ വേഗം മുളക് കഴിക്കേണ്ടി വരും. നല്ല എരി ഉണ്ടായിരുന്നല്ലേ? മേഡം സ്വന്തം കൂർക്കം വഴിയായിട്ട് ഉണരാതിരുന്നാ മതി. മേഡം ഉണർന്നു കഴിയുമ്പോൾ വളരെ സന്തോഷത്തിലായിരിക്കും. കാരണം നമ്മൾ ഒച്ചയൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. വാ, നമുക്കിവിടുന്ന് വേഗം പോകാം. ബണി, സോദർ, പോപ്പട്ടെ. അയ്യോ മാഡം,
മേഡം എനിക്ക് ദൈവത്തെ ഓർത്ത് മാപ്പ് തരണം. മേഡം വേണമെങ്കിൽ എന്നെ കൊണ്ട് 2 മുളക് തീറ്റിച്ചതിന് ശേഷം ഒരു ചോക്ലേറ്റ് വാങ്ങി തന്നാ മതി. പക്ഷെ ദൈവത്തെ ഓർത്ത് എല്ലാ പ്രാവശ്യവും കിട്ടുന്ന ചോക്ലേറ്റ് ക്യാൻസൽ ചെയ്യരുത്. പ്ലീസ് പ്ലീസ് മേഡം പ്ലീസ്. ഓ ഓ, 5 മണിയായോ? ഓ, നല്ല ഉറക്കത്തിലായതുകൊണ്ട് 5 മണിയായ കാര്യം അറിഞ്ഞതേ ഇല്ല. നോക്കൂ കുട്ടികളെ, ഉടൻ തന്നെ എനിക്ക് അർജന്റായിട്ടൊരു മീറ്റിങ്ങിന് പോകേണ്ട അത്യാവശ്യമുണ്ട്. അല്ലെങ്കിൽ അതുമൂലം വലിയ നഷ്ടം തന്നെ ഉണ്ടാവും. എന്തായാലും നിങ്ങൾ 4 പേരും ചേർന്ന് തന്നെ കറക്റ്റ് സമയത്ത് തന്നെയാണ് ഉണർത്തിയത്. താങ്ക് യു കുട്ടികളെ, താങ്ക് യു താങ്ക് യു. അതിനർത്ഥം മേഡം ഞങ്ങളുടെ ചോക്ലേറ്റ് ക്യാൻസൽ ചെയ്യില്ലെന്നാണോ? അയ്യോ ഇല്ല, ക്യാൻസൽ ചെയ്യില്ല. നിങ്ങൾക്ക് വേണ്ടി തിരിച്ചു വരുമ്പോൾ ഞാൻ ഒരുപാട് ചോക്ലേറ്റ്സ് വാങ്ങിച്ചോണ്ട് വരാം. അതെ, തീർച്ചയായും, സത്യമായിട്ടും.